പ്രിയദർശിനി ബസ്സിൽ കയറുന്ന പുരുഷന്മാർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുത്താൽ KSRTC ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. കണ്ണൂർ പയ്യാമ്പലം ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യമൊക്കെ പദ്ധതി തുടങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കേട്ടിരുന്നു. തമ്പാനൂരിൽ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടു. എന്നാൽ ഇനി ഇത് ആവർത്തിക്കാൻ കഴിയില്ല. ഇങ്ങനെ ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി KSRTCയുടെ പദ്ധതിയല്ല, സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണിതെന്നും CP ജോൺ പറഞ്ഞു. പ്രിയദർശിനി ടിക്കറ്റ് പുരുഷന്മാർക്ക് കൊടുക്കുന്ന സംഭവം അത് അബദ്ധം പറ്റിയെന്നൊക്കെയാണ് ആദ്യം കണ്ടക്ടർമാർ പറഞ്ഞു. ഇപ്പൊ അത് വീണ്ടും അതിൽ അബദ്ധത്തിന് കുറച്ച് ദിവസം കൊടുത്തിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, പുതിയൊരു കാര്യമല്ലേ. ഇനി അബദ്ധമാണോ അല്ലേ എന്നുള്ളതൊന്നും നോട്ടമില്ല. ഉടനെ സസ്പെൻഷൻ ആയിരിക്കും. ഞാൻ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഇത് അങ്ങേയറ്റം പോപ്പുലറായിട്ടൊരു പ്രോജക്റ്റാണ്, പദ്ധതിയാണ്. ഇത് KSRTCയുടെ പദ്ധതിയല്ല, ഇത് സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ്. ഈ സ്ത്രീ ശാക്തീകരണ പദ്ധതിയെ അട്ടിമറിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ കടുത്ത നടപടികൾ സ്വീകരിക്കും. സസ്പെൻഷനും പിന്നീട് വളരെ വേഗം അത് ഡിസ്മിസലിലേക്ക് പോകും. ഉത്സവകാലങ്ങളിൽ KSRTC സ്വകാര്യ വ്യക്തികളിൽ നിന്നും ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി KSRTC പുതിയ ബസ്സുകൾ വാങ്ങിയില്ല. ഉള്ളതൊക്കെ പഴഞ്ചനായിരിക്കുകയാണ്. KSRTC ഇപ്പോൾ നഷ്ടത്തിലല്ല, സ്ഥിരമായ വരുമാനം നിലനിർത്തുന്നുണ്ട്. KSRTC വിശ്വാസത്തിലെടുക്കാത്ത സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ വാഹനങ്ങൾ വിട്ടുനൽകാൻ താൻ അഭ്യർത്ഥിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. അതിന്റെ പ്രായോഗിക പ്രശ്നം 10 വർഷമായിട്ട് ബസ് വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. വാങ്ങിയ ബസ്സുകളെല്ലാം പഴുതായി. അപ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ 3 ഇരട്ടിയെല്ലാം ചാർജ് കൊടുത്ത് കേരളത്തിലേക്ക് വരേണ്ട സ്ഥിതിയാണ് ഓണക്കാലം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല ബസ്, കഴിയുന്നതും എയർ കണ്ടീഷൻ ബസ്സുകൾ എടുത്ത് ഇന്ന് സ്വകാര്യ മേഖലയിൽ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. 3000 രൂപ 4000 രൂപയൊക്കെയാണ് 1500 രൂപ ടിക്കറ്റിന് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് ബസ്സുകൾ നോക്കി. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ ബസ് കിട്ടുന്നില്ല, ബസ് എടുക്കുന്നു എന്നുള്ളതല്ല. അതുകൊണ്ട് ബസ്സുകൾ തരാൻ തയ്യാറുള്ള ആളുകളോട് ഞാൻ ഈ മാധ്യമത്തിൽ കൂടെ തന്നെ അഭ്യർത്ഥിക്കുകയാണ്, നല്ല കണ്ടീഷനുള്ള ബസ്സുകൾ ഈ ഓണക്കാലം തരികയാണെങ്കിൽ ഞങ്ങൾ അതാത് ദിവസത്തെ കളക്ഷൻ തന്നെ കൊടുക്കാൻ തയ്യാറാണ്. അത്രയും വിശ്വാസം KSRTCയെ കുറിച്ച് ആളുകൾക്കില്ലാത്തൊരു പ്രശ്നമുണ്ട്. അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. KSRTC ഇപ്പോൾ കറണ്ടായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിലൈസ്ഡാണ്. അതുപോലെ തന്നെ ശബരിമലയുടെ കാര്യത്തിലും സാധാരണ 100 കണക്കിന് ബസ് KSRTC വാങ്ങിയിട്ട് അത് ഇടുകയാണ് ചെയ്യാറ്. അപ്പോൾ ശബരിമല ഭക്തന്മാരുടെ കാര്യത്തിലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കരാറിന് തയ്യാറാണ്. അല്ലെങ്കിൽ നമുക്ക് അവരുടെ തീർത്ഥാടകരുടെ ആ വലിയ തിരക്കിനോട് നീതി പുലർത്താൻ കഴിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു ഓപ്പണായിട്ട് നമ്മൾ ടെൻഡർ വിളിച്ചു. KSRTC ഓഫീസിന്റെ സമയക്രമം നീട്ടാൻ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കു ശേഷം തുറന്നു പ്രവർത്തിക്കാത്ത സാഹചര്യമുണ്ട്. എന്നാൽ മുഴുവൻ സമയവും ആളുകൾ പ്രവേശിച്ചു കൂടി നിന്നാൽ കാര്യങ്ങൾ നടക്കാത്ത സ്ഥിതിയുണ്ടാകും. 4 മുതൽ 5 മണിവരെ ആവശ്യക്കാർക്ക് ഉദ്യോഗസ്ഥരെ കാണാമെന്ന് മന്ത്രി പറഞ്ഞു. ദൂരെ നിന്ന് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് ആശ്വാസകരമായ നടപടിയാണിതെന്ന് മന്ത്രി പറഞ്ഞു. അതെ, അതിനുവേണ്ടി ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് ഉച്ചവരെ വന്നിട്ടുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ സമയം വേണം. അല്ല, എപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരുന്ന അവർക്ക് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചയ്ക്ക് വരെ എന്നുള്ളത് വെച്ചത്. ഇപ്പോൾ അവരുമായിട്ടുള്ള സംസാരത്തിന് ശേഷം 4 to 5 കൂടെ തുറക്കാൻ പറഞ്ഞു. അകലെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ എന്തെങ്കിലും കാരണം കൊണ്ട് വൈകിയാൽ അതെല്ലാവരും സഹകരിക്കണം. പിന്നെ എപ്പോഴും വന്ന് ഈ ജീവനക്കാരുടെ മേശയ്ക്ക് ചുറ്റും വന്ന് ഇങ്ങനെ പെസ്റ്റർ ചെയ്യരുത്, അത് അനുവദിക്കില്ല. 1 മണി വരെ അവരുടെ ജോലി ചെയ്യും. അത് കഴിഞ്ഞ് ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് അവർക്ക് ആ സമയം വേണം. ഇതൊരു ഗൗരവമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് ആർക്കെങ്കിലും വരാൻ ലേറ്റായിട്ടുണ്ടെങ്കിൽ അവർ വെയിറ്റ് ചെയ്യുക. 4 to 5 ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ